കെ എം മാണിയുടെ വിയോഗത്തോടെ പാർട്ടിയിലുണ്ടായിരിക്കുന്നത് 3 സ്ഥാനങ്ങളിലെ ഒഴിവാണ്. ഈ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നേതാക്കളിൽ ധാരണയായി എന്നാണ് സൂചന. ഏറ്റവും വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന ചെയർമാൻ സ്ഥാനമാണ് ആദ്യപടിയിൽ ധാരണയായിരിക്കുന്നത്. ചെയർമാൻ സ്ഥാനം നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാവായ CF തോമസിന് നൽകാനാണ് തീരുമാനം. CF തോമസ് പാർട്ടിയുടെ നിലവിലെ ഡെപ്യൂട്ടി ലീഡറാണ്. മാണിയുടെയും ജോസ് കെ മാണിയുടെയും വിശ്വസ്തൻ കൂടിയായ CF തോമസ് നിലവിൽ ചങ്ങനാശ്ശേരിയിലെ MLA കൂടിയാണ്. ചെയർമാൻ സ്ഥാനത്ത് വേണ്ടി PJ ജോസഫ് അവകാശവാദം ഉന്നയിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ധാരണയെത്തുന്നത്. ചെയർമാൻ സ്ഥാനത്തിന് പകരം PJ ജോസഫിന് പാർലമെന്ററി ലീഡർ സ്ഥാനം നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ഈ തീരുമാനം തത്വത്തിൽ PJ ജോസഫ് അംഗീകരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മാണി സാറിന്റെ മരണത്തോടെ വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയാണ് തത്വത്തിൽ ഈ 2 തീരുമാനങ്ങളും 2 ഗ്രൂപ്പുകളും അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇതിനുവേണ്ടി കത്തോലിക്ക സഭയുടെ ഇടപെടലും ഉണ്ടായിക്കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെയാണ് പാലായിലെ KM മാണിയുടെ നിര്യാണത്തോടെ വരുന്ന ഒഴിവിലേക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഇതിൽ ജോസ് കെ മാണിയുടെ നിലപാട് വലിയ പ്രാധാന്യമുണ്ട്. 13 തവണ KM മാണി സാറിനെ പാലാക്കാർ കൈവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നായിരിക്കും ജോസ് കെ മാണിയുടെ വാദം. അങ്ങനെയെങ്കിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയായിരിക്കും സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഇതിന് വലിയ എതിർപ്പുണ്ടാകില്ല എന്നാണ് സൂചന. PJ ജോസഫ് എന്തായാലും ഈ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കില്ല എന്ന് തന്നെ ഉറപ്പ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടാനാണ് ഇപ്പോൾ തീരുമാനം. ഈ കമ്മിറ്റിയിൽ ആദ്യം 2 കാര്യങ്ങളിലെ തീരുമാനമായിരിക്കും ആദ്യം എടുക്കുക. ഒന്ന് പാർട്ടി ചെയർമാൻ സ്ഥാനവും മറ്റൊന്ന് നിയമസഭയിലെ പാർലമെന്ററി ലീഡർ സ്ഥാനവുമായിരിക്കും. അതിനുശേഷമായിരിക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകുക. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.